ഇപ്പം ഇനി എനിക്ക് പാർട്ടിയോട് ആവശ്യപ്പെടാനുള്ള അർഹതയില്ല. ഇപ്പം മാറി നിൽക്കുന്ന എം എൽ എ ഇപ്പോൾ പാർട്ടിയോട് ആവശ്യപ്പെടുകയാണ്, ഇത് പാർട്ടി നിയന്ത്രിക്കുന്ന ഒരു സൊസൈറ്റിയാണ്, പാർട്ടി തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. പാർട്ടി അത് കൈക്കൊള്ളണമെന്നില്ല. അല്ല, ഇപ്പം ഇനി എനിക്ക് പാർട്ടിയോട് ആവശ്യപ്പെടാനുള്ള അർഹതയില്ല. കാരണം ഞാനിപ്പോൾ പാർട്ടിയിലില്ല. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടിയോട് ഞാൻ ആവശ്യപ്പെടുന്നതിൽ ശരിയില്ലല്ലോ. ഞാൻ പാർട്ടിയിലുള്ളപ്പോൾ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അത് ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്, മയിൽ ഏരിയ കമ്മിറ്റിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്, മയിൽ ഏരിയ സെക്രട്ടറി തന്നെ ശക്തമായിട്ട് ഇത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പാർട്ടിയില്ലാതുകൊണ്ട് പാർട്ടി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കണമെന്നുണ്ടോ? ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് പറയാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഇത് സംബന്ധിച്ച് ഇങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട്, ഈ പരാതി സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതിപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിനോടേ പറയാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് പാർട്ടിയോട് പറയാൻ പറ്റില്ലല്ലോ. പാർട്ടിയോട് പറയാൻ പറ്റിയ സന്ദർഭത്തിൽ ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ഷാജർ എന്ന വ്യക്തിയെ അഡ്രസ് ചെയ്യാനുള്ള കാരണം എന്താണ്? പരാതിക്കാരൻ അഡ്രസ് ചെയ്യുന്ന ഷാജർ എന്ന വ്യക്തിയാണ്, പ്രൊമോട്ടർ. അതുകൊണ്ട് അല്ല, ഷാജർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചൊന്നും എനിക്ക് ആക്ഷേപമില്ല, വ്യക്തിപരമായിട്ടുള്ളൊരു ആക്ഷേപമില്ല. പക്ഷെ ഷാജർ അതിൻ്റെ പ്രസിഡന്റാണ്, ഇതിൻ്റെ സ്ഥാപക ചീഫ് പ്രൊമോട്ടറാണ്. അപ്പോൾ ചീഫ് പ്രൊമോട്ടറും തുടർന്ന് അതിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ആൾക്ക് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അത് ഷാജർ എന്ന വ്യക്തിയല്ല. അത് ഷാജർ അതിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് കൊടുക്കാനുള്ള ബാധ്യത ആ കമ്മിറ്റിക്കുള്ളതാണ്, ആ കമ്മിറ്റിയുടെ പ്രസിഡന്റിനുള്ളതാണ്. കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷാജറാണ്. അതുകൊണ്ട് ഷാജറിന് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതെന്തുകൊണ്ടാന്നുള്ളത് എനിക്കറിയില്ല. എന്നോട് ഇപ്പോൾ ഫോൺ എടുക്കാതെ വരുമെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും അതിൽ ഉത്തരവാദിത്തം ഷാജർക്കുണ്ട്. ഈ കാരണം ഇത് തിരിച്ചു കൊടുക്കുന്നതെന്നുള്ള കാര്യത്തിൽ പലതവണ പാർട്ടി പറഞ്ഞിട്ടും തിരിച്ചു കൊടുപ്പിക്കാൻ ഷാജറിന് സാധിച്ചിട്ടില്ല, ഷാജർ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തട്ടിപ്പിൽ ഉത്തരവാദിത്തം ഷാജറിന് തന്നെയാണ്. നിലവിലെ ഭരണസമിതിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അറിയില്ല എന്നുള്ളത് ഈ പരാതിക്കാരൻ പറയുന്നുണ്ട്. അങ്ങനെ ഷാജർ അല്ലാതെ മറ്റു ആരെങ്കിലും ഉള്ളതായിട്ട് അറിയില്ല. അതെ, അതെനിക്കും എൻ്റെ ഓർമ്മയില്ല ആരൊക്കെ അതിലുണ്ടെന്നുള്ള എനിക്കും പറയാൻ വേണ്ടി കഴിയില്ല. അത് ഒരു ബോർഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ഇപ്പം എന്നോട് എനിക്കും അത് പറയാൻ കഴിയില്ല, ഓർമ്മയില്ല. എനിക്കും എൻ്റെ ഓർമ്മയില്ല. അത് അന്വേഷിച്ചാൽ അറിയാം. അതെല്ലാം ഗവൺമെൻറ് റെക്കോർഡല്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ ജോയിൻറ്റ് രജിസ്റ്റർ ഓഫീസ് പോയാൽ ആൽഫായത് ഇതിൻ്റെ മുമ്പ് ആരൊക്കെയാണ് എനിക്ക് അതിൻ്റെ പ്രൊമോട്ടർ ആരാണ്, അതിൽ പിന്നീട് ഡയറക്ടർ ബോർഡ് മെമ്പർമാരാരാണ്, അതിനെത്ര ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, എന്താ അതിൻ്റെ നിങ്ങൾക്ക് ചോദിച്ചാൽ ജോയിൻറ്റ് രജിസ്ട്രാറോട് ചോദിച്ചാൽ അവർ പറയണ്ടേ. ഇനി ഇല്ലെങ്കിൽ വിവരാവകാശ പ്രകാശം കൊടുത്താൽ അവർ പറയണ്ടേ. അതെല്ലാം കിട്ടുമല്ലോ. എനിക്ക് ഓർമ്മയില്ല. ഞാൻ പിന്നെ അത് അങ്ങനെ ശ്രമിക്കേണ്ട, എനിക്ക് അങ്ങനെ കാര്യം എനിക്കില്ല. എനിക്കൊരാളൊരു പരാതി തന്നു, ആ പരാതി ഞാൻ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു, അന്വേഷിച്ച ആവശ്യമായ ഇവർക്ക് നഷ്ടപ്പെട്ട പണം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്.